വെൽക്കം ബാക്ക് ടു എൻചാൻറ്റഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസത്ത് ഖാലിദ്. ഇന്ന് നമ്മൾ ഒരു കോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾക്ക് മുമ്പിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിച്ചു അല്ലെ. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലിക കടമകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. മൗലിക കടമകളോട് അനുബന്ധിച്ച് റിട്ടുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ റിട്ടുകൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു കഥയിലൂടെ, അതായത് ഒരു കോഡ്, ആ കോഡ് കഥയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു കോഡിലൂടെ എങ്ങനെ റിട്ടുകളെ കുറിച്ച് മനസ്സിലാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഈ കഥയിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. 26 വയസ്സുള്ള ഹൈനയും 32 വയസ്സുള്ള സുപ്രീതും വിവാഹിതരാകുന്നു. 26 വയസ്സുള്ള ഹൈനയും 32 വയസ്സുള്ള സുപ്രീതും വിവാഹിതരാകുന്നു. അവർക്കൊരു മകൾ ജനിക്കുന്നു. മകൾക്ക് ഋതു എന്നവർ പേരിടുന്നു. ഋതു വളർന്നു, പഠിച്ചു, അവൾക്കൊരു ജോലി ലഭിക്കുന്നു. ജോലി ലഭിക്കുന്ന ആൾക്ക് മാൻഡസ് കോർപ്പറേഷനിലാണ്. മാൻഡസ് കോർപ്പറേഷൻ ജോലിയിൽ പ്രവേശിച്ചു. ജോലിയിൽ പ്രവേശിച്ച ഏതാനും ദിവസങ്ങൾക്ക് അവർക്ക് ഋതുവിന് മനസ്സിലാകുന്നു ഈ പറയുന്ന കൂടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരൊന്നും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയ ഋതു അവളുടെ അച്ഛനായ സുപ്രീതിനോട് ഈ വിവരം ബോധിപ്പിക്കുന്നു. സുപ്രീത് മാൻഡസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരോട് തങ്ങൾ ജനങ്ങളുടെ സേവനമാണ് ചെയ്യുന്നതെന്നും ആ പറയുന്ന സേവനം കൃത്യമായി നിർവഹിക്കണമെന്നും ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. ഈ നിർദ്ദേശത്തിൽ കോപിതരായ ഉദ്യോഗസ്ഥർ ഋതുവിനെ തട്ടിക്കൊണ്ടുപോയി അവളെ തടങ്കലിൽ പാർപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിയ സുപ്രീത് പോലീസിന്റെ സഹായം തേടുന്നു. ഒപ്പം തന്നെ ഹേബി എന്ന ഗുണ്ടയെയും ഇതിനെക്കുറിച്ച് ഈ വിവരം ധരിപ്പിക്കുന്നു. ഹേബി എന്ന ഗുണ്ടയുടെ സഹായത്തോടു കൂടി ഋതുവിനെ തടങ്കലിൽ നിന്ന് മോചിപ്പിച്ച് വീട്ടിലെത്തിക്കുന്നു. പിന്നീട് ഋതു ഓഫീസിൽ പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നു അവിടെ ആ പറയുന്ന മാൻഡസ് കോർപ്പറേഷൻ മറ്റുള്ള ഉദ്യോഗസ്ഥർ അവൾക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അവളെ അവിടുന്ന് പിരിച്ചുവിടാനായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് മനസ്സിലാവും. ഇത് സുപ്രീത് അറിയുന്നു. അച്ഛനായ സുപ്രീത് അറിയുന്നു. സുപ്രീത് മാൻഡസ് കോർപ്പറേഷനിലെ ചെയർമാനെ ഇവിടെ ശേഷൻ എന്നാണ് ചെയർമാന്റെ പേര്. മാൻഡസ് കോർപ്പറേഷൻ ചെയർമാനോട് ഈ എടുക്കാൻ പോകുന്ന നടപടി, അതായത് ആ ഋതുവിനെ പിരിച്ചുവിടാൻ എടുക്കാൻ പോകുന്ന ഈ പറയുന്ന നടപടി പ്രൊഹിബിറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. സുപ്രീത് മാൻഡസ് കോർപ്പറേഷനിലെ ചെയർമാനായ ശേഷനോട് ഈ പറയുന്ന നടപടി പ്രൊഹിബിറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. ഈ നിർദ്ദേശം കൊടുത്തതിന് ശേഷവും ശേഷൻ എന്ന ഈ പറയുന്ന മാൻഡസ് കോർപ്പറേഷനിലെ ചെയർമാൻ അറിയാതെ ഉദ്യോഗസ്ഥർ ഋതുവിനെ പിരിച്ചുവിടാൻ തന്നെ ഉത്തരവിറക്കുന്നു. ഇതിൽ കുപിതനായ സുപ്രീത് ആ ഉത്തരവിനെ പരിശോധിക്കണമെങ്കിൽ തിരിച്ചു വിളിക്കണമെന്നും ശേഷനോട് നിർദ്ദേശിക്കുന്നു. ശേഷൻ പിന്നീട് സുപ്രീതിനോടും മറ്റ് ഉദ്യോഗസ്ഥരോടും ഋതുവിനോടും തന്റെ ഓഫീസിലേക്ക് എത്താൻ പറയുന്നു. ശേഷന്റെ ഓഫീസിലെത്തിയ സുപ്രീതും മറ്റു ഉദ്യോഗസ്ഥരും ഋതുവും അദ്ദേഹത്തിന്റെ റെസ്റ്റിംഗ് റൂമിലേക്ക് പോകുന്നു. റെസ്റ്റിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ശേഷൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോട്ട് അതായത് ബെഡിൽ അദ്ദേഹത്തിന്റെ ജോലിക്കാരിന്ന് ചീട്ട് കളിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന അദ്ദേഹം അവരോട് നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഇവിടെ ഇരിക്കാൻ, നിങ്ങൾ ഈ മുറിയിൽ പുറത്തേക്ക് പോകുമെന്ന് പറയുന്നു. അതിനുശേഷം അവര് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അവസാനം ഋതുവിനെ തിരിച്ച് ജോലിയിൽ തുടരാൻ അനുവദിക്കാമെന്ന് ഉദ്യോഗസ്ഥർ തീരുമാനത്തിലെത്തുകയും അങ്ങനെ ഋതു പിന്നെ ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മളുടെ കഥ. ഞാൻ ഈ കഥ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കുക. 26 വയസ്സുള്ള ഹൈനയും 32 വയസ്സുള്ള സുപ്രീതും വിവാഹിതരാകുന്നു. അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. അതൊരു മകളാണ്. ഋതു എന്ന് അവർക്ക് പേരിട്ടു. ഋതു പഠിച്ചു, അവൾക്കൊരു വളരുന്നു, പഠിക്കുന്നു. അതിനുശേഷം അവർക്കൊരു ജോലി ലഭിക്കുന്നു. മാൻഡസ് കോർപ്പറേഷനാണ് അവർക്ക് ജോലി ലഭിക്കുന്നത്. ഈ മാൻഡസ് കോർപ്പറേഷനിൽ ജോലിക്ക് പോയി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് മനസ്സിലാകുന്നു തന്റെ കൂടെ ഒപ്പം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരൊന്നും ശരിയായ കർത്തവ്യങ്ങളൊന്നും ശരിയായ രീതിയിൽ നിർവഹിക്കുന്നില്ല, ഉത്തരവാദിത്തങ്ങളും ശരിയായി ചെയ്യുന്നില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലായി. ഈ വിവരം അവളുടെ അച്ഛനായ സുപ്രീത് കൊണ്ട് ബോധിപ്പിക്കുന്നു. സുപ്രീത് ഇത് മനസ്സിലാക്കിയ സുപ്രീത് ഈ പറയുന്ന
മാൻഡസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരോട് നിങ്ങൾ പൊതുജനങ്ങൾക്ക് സേവനമാണ് ചെയ്യുന്നതെന്നും നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിങ്ങൾ കൃത്യമായി നിർവഹിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നു. ഈ നിർദ്ദേശത്തിൽ കുപിതരായ ഉദ്യോഗസ്ഥർ ഋതുവിനെ തട്ടിക്കൊണ്ടുപോയി അവളെ തടങ്കലിൽ പാർപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിയ സുപ്രീത് പോലീസിന്റെ സഹായം തേടുന്നു. അതുപോലെ തന്നെ ഹൈബി എന്ന ഗുണ്ടയുടെ സഹായത്തോടുകൂടി ഋതുവിനെ മോചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഹൈബി എന്ന ഗുണ്ട ഋതുവിനെ മോചിപ്പിച്ച് തിരിച്ച് വീട്ടിലെത്തിക്കും. ഇതിനു ശേഷവും ഉദ്യോഗസ്ഥർ ഋതുവിനെ ആ പറഞ്ഞ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിക്കെ സുപ്രീതിന് അറിവ് ലഭിച്ചു. ഇത് മനസ്സിലാക്കിയ സുപ്രീത് മാൻഡസ് കോർപ്പറേഷനെ ചെയർമാനായ ശേഷനോട് പ്രൊഹിബിറ്റ് ചെയ്യാൻ, ഇത്തരത്തിലൊരു ഉത്തരവ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ അവർ മുതിരുന്നുവെങ്കിൽ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നു. ശേഷൻ എന്ന് പറയുന്ന മാൻഡസ് കോർപ്പറേഷനിലെ ചെയർമാന്റെ അറിവില്ലാതെ ഇത് അദ്ദേഹം അറിയാതെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ ഈ ഉത്തരവുമായി ഈ നടപടിയുമായി മുന്നോട്ട് പോയി ഋതുവിനെ അവിടെ നിന്നും മാറ്റുന്നതിനോട്ട് ഉത്തരവിറക്കുന്നു. ഇതിൽ കോപിഷ്ഠനായ സുപ്രീത്, ഈ ഒരു വിവരം അറിഞ്ഞ കോപിഷ്ഠനായ സുപ്രീത് എന്ത് ചെയ്യുന്നു? സുപ്രീത് ശേഷനോട് ഈ പറഞ്ഞ ഉത്തരവ് പരിശോധിക്കണമെന്നും എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കണമെന്നും അതിനെ തുടർന്ന് മാൻഡസ് കോർപ്പറേഷനിലെ ചെയർമാനായ ശേഷൻ സുപ്രീതിനോടും മറ്റു ഉദ്യോഗസ്ഥരോടും ഋതുവിനോടും ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ ഓഫീസിലേക്ക് വരാൻ പറയുന്നു. ഓഫീസിലേക്ക് ഇവർ വരുന്ന അവസരത്തിൽ ശേഷൻ അവരെ റെസ്റ്റിംഗ് റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തെ റെസ്റ്റിംഗ് റൂം തുറന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറയുന്നത് ബെഡില് അദ്ദേഹത്തിന്റെ ജോലിക്കാരെല്ലാം കൂടി ഇരുന്ന് ചീട്ട് കളിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. കോർട്ടില്, അതായത് ബെഡ് എന്ന് ഉദ്ദേശിക്കുന്ന കോർട്ടാണ്, ആളുകൾ അതായത് ജോലിക്കാരന് ചീട്ട് കളിക്കുന്നത് കാണാൻ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ കോപിഷ്ഠന് അദ്ദേഹം എന്ത് അധികാരം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്ന് പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവര് ചർച്ചയിൽ പങ്കെടുക്കുന്നു. അവസാനം ഈ പറയുന്ന ഋതുവിനെ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാമെന്നവർ ഉദ്യോഗസ്ഥർ സമ്മതം നൽകുന്നു. അങ്ങനെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പൊ കഥ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ കഥയെ നമുക്ക് എത്തരത്തിൽ ഈ പറയുന്ന റിട്ടിലുമായി കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു 26 വയസ്സുള്ള ഹൈനയെന്ന് നമ്മളവിടെ സൂചിപ്പിച്ചു. 26 വയസ്സുള്ള ഹൈന. ഇവിടെ നമ്മൾ മനസ്സിലാക്കുള്ളത് ഈ ഹൈന എന്ന് പറയുന്നത് നമുക്ക് ഹൈക്കോടതിയുമായി റിലേറ്റ് ചെയ്യാം. ഹൈന ഹൈക്കോടതിയുമായി റിലേറ്റ് ചെയ്യും. 26 വയസ്സ് എന്നുള്ളിടത്ത് നമുക്കൊരു 2 കൂടി മുന്നോട്ടിട്ടാൽ 226 വായിക്കാം. അപ്പൊ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ അനുച്ഛേദം 226 പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യാം. മനസ്സിലായോ? 26 വയസ്സുള്ള ഹൈനയിൽ നമുക്ക് 226 അനുച്ഛേദം ഹൈക്കോടതിയെ ബന്ധപ്പെട്ട് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണെന്ന് മനസ്സിലാക്കാം. ഇനി 32 വയസ്സുള്ള സുപ്രീത്. 32 വയസ്സുള്ള സുപ്രീത്. ഈ സുപ്രീത് എന്ന് പറയുന്നത് നമുക്ക് സുപ്രീം കോടതിയുമായി റിലേറ്റ് ചെയ്യാം. സുപ്രീം കോടതിയുമായി റിലേറ്റ്. ഇനി സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം പരാമർശിക്കുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് 32ാമത്തെ ആർട്ടിക്കിൾ ആണ്. അപ്പൊ നമുക്ക് ആ 2 ആർട്ടിക്കിളും അതിന്റെ അധികാരപരിധി ആർക്കാണുള്ളതെന്നും മനസ്സിലായി അല്ലെ? ഇനി അടുത്ത കോഡിന്റെ മറ്റേ പോർഷനെ നമ്മൾ മനസ്സിലാക്കിയത് ഋതു എന്നാണ്. ഋതു എന്നുള്ളത് നമ്മൾ റിട്ട് എന്നുള്ളതിന് കോഡായിട്ടാണ് നമ്മൾ ഋതുവിനെ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഋതുവിന് ജോലി ലഭിക്കുന്നത് മാൻഡസ് കോർപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ മാൻഡസ് കോർപ്പറേഷൻ എന്നുള്ളത് നമുക്ക് മാൻഡമസ് അല്ലെങ്കിൽ മാൻഡമസ് എന്ന് മനസ്സിലാക്കാം. മാൻഡസ് കോർപ്പറേഷൻ മാൻഡമസ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഹേബി എന്ന ഗുണ്ടയെ സമീപിച്ചു എന്ന് പറഞ്ഞു. ഹേബി എന്ന ഗുണ്ടയെ സമീപിച്ചു. അപ്പോ ഹേബി എന്ന ഗുണ്ടയെ സമീപിച്ചപ്പോൾ ഹേബി നമുക്ക് അവിടെ ഹേബിയസ് കോർപ്പസ് എന്ന് റിലേറ്റ് ചെയ്യാം. ഹേബിയസ് കോർപ്പസ്. അടുത്ത എന്താ? മാൻഡമസ് കോർപ്പറേഷന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ അവിടെ ഒരു വാക്ക് സൂചിപ്പിച്ചു. സുപ്രീത് പറഞ്ഞു ആ പറയുന്ന ഉത്തരവിനെ പ്രൊഹിബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? അവിടെ നമുക്ക് പ്രൊഹിബിഷൻ എന്ന് എടുക്കാം. പ്രൊഹിബിഷൻ. അടുത്ത് ഇനി ഈ പറയുന്ന പിന്നെ നമ്മൾ പറഞ്ഞു
ഈ ഋതു ജോലി ചെയ്ത മാൻഡസ് കോർപ്പറേഷനിലാണെന്ന് മാൻഡസ് കോർപ്പറേഷനോട് നമ്മൾ മെൻഡാമസ് എടുത്തു. ഇനി മാൻഡസ് കോർപ്പറേഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ചെയർമാനായി ശേഷൻ നമ്മൾ പറഞ്ഞത്. ശേഷൻ അവിടെ നമുക്ക് സെർഷ്യോററി എന്ന് പറയും. സെർഷ്യോററി എന്നാണ് സെർഷ്യോററി. ശേഷനുമായി അത് നമുക്ക് സെർഷ്യോററി റിലേറ്റ് ചെയ്യാം. ഇനി ഈ പറയുന്ന ശേഷന്റെ റെസ്റ്റിംഗ് റൂമിൽ പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച എന്താണ്, ജോലിക്കാരെല്ലാം കൂടി ഇരുന്ന് ചീട്ട് കളിക്കുന്നതായിട്ടാണ് അല്ലെ. അപ്പൊ അത് എന്താ പറഞ്ഞത്, എന്ത് അധികാരം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ എന്നാണ് സൂചിപ്പിച്ചത്. അവിടെ എന്ത് അധികാരം എന്ന് പറയുന്നത് കോ വാറന്റോ എന്ന റിട്ടിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ എന്ത് അധികാരം എന്ന് പറയുന്നത് കോ വാറന്റോ എന്ന റിട്ടിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ മാൻഡസ് കോർപ്പറേഷൻ എന്നുള്ളത് മെൻഡാമസ് എന്ന് പറയുന്ന റിട്ടിനെ സൂചിപ്പിക്കുന്നു. ഹേബി എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടിനെ സൂചിപ്പിക്കുന്നു. പ്രൊഹിബിഷൻ നമ്മളവിടെ പ്രൊഹിബിറ്റ് ചെയ്യണം എന്ന് സുപ്രീത് പറഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ പ്രൊഹിബിഷൻ ഒരു റിട്ടിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അതുപോലെ മാൻഡസ് കോർപ്പറേഷനിലെ ചെയർമാന് ശേഷൻ എന്നാണ് നമ്മൾ സംബോധിച്ചത്. അതുപോലെ നമുക്ക് സെർഷ്യോററി എന്ന് പറയാം. ശേഷൻ എന്താണ് സെർഷ്യോററി, ശേഷൻ സെർഷ്യോററി. ഇനി എന്ത് അധികാരം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സൂചിപ്പിക്കുന്നത് നമുക്ക് എന്ത് റിട്ടിനെ കുറിച്ച് പറയാം, കോ വാറന്റോ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റോറി റിലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ 226 എന്ന് നമ്മൾ കിട്ടുന്ന എങ്ങനെയാണ്, 26 വയസ്സുള്ള ഹൈനയും നമ്മൾ 2 മുമ്പ് ഇട്ട 226 ഹൈന ഹൈക്കോടതിയുമായി റിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കാനുള്ള അധികാരം സൂചിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്, അനുച്ഛേദം 226 ആണ്. അവിടെ സുപ്രീത് എന്ന് പറയുന്നത് സുപ്രീം കോടതിയായിട്ട് റിലേറ്റ് ചെയ്താൽ 32 അനുച്ഛേദം 32 സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞു. ഇനി റിട്ട് എന്ന് പറഞ്ഞ അവരുടെ മകളെ ഋതുവായിട്ട് റിലേറ്റ് ചെയ്യാം. അടുത്ത നമ്മൾ പറഞ്ഞ എന്താണ്, ഋതുവിന് ജോലി ലഭിച്ച സ്ഥലം മാൻഡസ് കോർപ്പറേഷൻ പറഞ്ഞു. ഈ മാൻഡസ് കോർപ്പറേഷൻ നമുക്ക് മെൻഡാമസ് എന്ന റിട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈബി എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ സമീപിച്ചു എന്ന് പറഞ്ഞു. ആ ഗുണ്ടയെ അവിടെ പറഞ്ഞ് നമുക്ക് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാം. അടുത്ത നമ്മൾ പ്രൊഹിബിഷനെ കുറിച്ച് പറഞ്ഞു. പ്രൊഹിബിറ്റ് ചെയ്യണം, ആ പറഞ്ഞ തീരുമാനം അല്ലെങ്കിൽ നടപടി പ്രൊഹിബിറ്റ് ചെയ്യണം എന്ന് സുപ്രീത് പറയുന്നതായിട്ട് പറയുന്നുണ്ട്. അവിടെയാണ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞ റിട്ടിനെ റിലേറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ പറയുന്ന മാൻഡസ് കോർപ്പറേഷനിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ചെയർമാനെ നമ്മുടെ ശേഷൻ എന്നാണ് അഭിസംബോധന ചെയ്തത്. ആ ശേഷൻ എന്ന പേര് നമുക്ക് സെർഷ്യോററി എന്ന റിട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഇനി ഈ പറയുന്ന ശേഷന്റെ റൂമിൽ എത്തിയപ്പോൾ കണ്ട സാഹചര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ ആ പറയുന്ന ജോലിക്കാരനെ പുറത്തോട്ട് പോകാൻ അവിടെ ഇരിക്കാൻ അധികാരമില്ല, എന്ത് അധികാരം എന്നാണ് ശേഷൻ ചോദിക്കുന്നത്. അപ്പൊ എന്ത് അധികാരം എന്ന് പറയുന്നത് കോ വാറന്റോ എന്നാണ്. കോ വാറന്റോ എന്ന വാക്കിന്റെ ലാറ്റിൻ വേർഡാണ് കോ വാറന്റോ. അതിന്റെ അർത്ഥം എന്ത് അധികാരം എന്നാണ്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഈ റിട്ടിനെ ഈ പറയുന്ന കോഡിനെ റിട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദം 226 സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം അനുച്ഛേദം 32 പരാമർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാൻഡമസ് എന്താണ്, മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചുമതലകൾ നിർവഹിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തി, അതായത് ചുമതലകൾ നിർവഹിക്കാതെ സർക്കാർ സ്ഥാപനങ്ങളോ ഏതെങ്കിലും സ്ഥാപനങ്ങളോ അവരുടെ ചുമതല നിർവഹിക്കാതെ ഇരിക്കുകയാണ്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അവർക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ പറഞ്ഞ മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർപ്പറേഷനിൽ കോർപ്പറേഷൻ മാൻഡമസ് കോർപ്പറേഷൻ, അവിടെ ഉദ്യോഗസ്ഥർ ശരിയാതിൽ അവര് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല. ഇപ്പൊ നിർവഹിക്കാതിരിക്കുന്ന ഉത്തരവാദിത്വം അങ്ങനെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീത് പ്രൊഹിബിറ്റ് ചെയ്യുന്നു പറയുന്നത്. നമുക്ക് പ്രൊഹിബിഷൻ അവിടെ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു. പ്രൊഹിബിഷൻ സുപ്രീത് പ്രൊഹിബിറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പൊ സുപ്രീത് എന്താണ്, പ്രൊഹിബിറ്റ് ചെയ്യുന്നു, ആ നടപടി പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അപ്പൊ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വിലക്കുക എന്ന അർത്ഥം വരുന്നതാണ് പ്രൊഹിബിഷൻ അല്ലെ. അവരുടെ അധികാര പരിധി അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിലാണ് ആ ഉദ്യോഗസ്ഥർ ആ കാര്യമാണ് അവർ നിർവഹിക്കാൻ പോകുന്നത്. അതായത് അവർക്ക് ആ ഋതുവിനെ പിരിച്ചുവിടാൻ സാധിക്കില്ല. പക്ഷെ അവരെന്താ ചെയ്യുന്നത്, അവർക്കില്ലാത്ത അധികാരം അവർ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുകയാണ് അവിടെ സുപ്രീം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സുപ്രീം കോടതിക്ക് എന്തിന് അധികാരമുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്യാൻ അധികാരമുണ്ട്. ഈ പറയുന്ന സ്ഥാപനമോ എന്തെങ്കിലും അവരുടെ അധികാര പരിധി വിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യണമെങ്കിൽ അതിനെതിരെ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന അധികാരം ആർക്കുണ്ട്, സുപ്രീം കോടതിക്കുണ്ട് എന്നാണ് പ്രൊഹിബിഷൻ എന്നുകൊണ്ട് അവിടെ അർത്ഥമാക്കേണ്ടത്. അടുത്ത് നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന മാൻഡസ് കോർപ്പറേഷനിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ചെയർമാൻ ശേഷൻ എന്ന് അവിടെ സൂചിപ്പിച്ചു.
അവിടെ ശേഷം എന്ന് പറയുന്നത് നമുക്ക് സെർഷ്യോററി എന്ന് പറയുന്നതാണ്. സെർഷ്യോററി എന്ന ടേമുമായിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പൊ എന്താണ് സെർഷ്യോററി എന്ന് നമ്മൾ പഠിച്ചത്? സെർഷ്യോററി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സുപ്രീം കോടതി ആരോടാണ് നിർദ്ദേശിക്കുന്നത്? ശേഷനോടാണ് നിർദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ഉത്തരവിനെ, ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെടുത്ത ഉത്തരവിനെ പരിശോധിക്കാനും അതിനെ തിരിച്ചു വിളിച്ച് സുപ്രീതിനോട് ഏൽപ്പിക്കാനും സുപ്രീത് ആരോട് നിർദ്ദേശം കൊടുക്കുന്നത്? ശേഷനോട്. അപ്പൊ സെർഷ്യോററി എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രീം കോടതിക്ക് എന്തിനുള്ള അധികാരമുണ്ട്? ഈ പറയുന്ന ഈ ഉത്തരവിനെ പരിശോധിക്കാൻ, അതുമായിട്ട് ആ പറഞ്ഞ എടുത്ത ഉത്തരവ് ശരിയാണോ, അല്ലെങ്കിൽ അവർ അധികാര പരിധി വിട്ടാണോ അവർ ഉത്തരവെടുത്തിരിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ഉത്തരവ് പൊറപ്പിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? സുപ്രീം കോടതിക്കാണുള്ളത്. അപ്പൊ അവിടെ സെർഷ്യോററി എന്ന വാക്ക് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യും. അടുത്ത സെർഷ്യോററി എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലായത്? സുപ്രീം കോടതിക്കുള്ള അധികാരമാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ സുപ്രീം കോടതിയുടെ അധികാരത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്തിനാണ്? ആ പറയുന്ന ഉത്തരവിനെ പരിശോധിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അധികാരം, അതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്ന അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? സുപ്രീം കോടതിക്കാണുള്ളത്. അടുത്ത് നമ്മൾ പറഞ്ഞതാണ് കോ വാറന്റോ. അവിടെ കോ വാറന്റോ എന്തധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ വ്യക്തികൾ ഇരിക്കുന്ന സ്ഥലം, ആ പറഞ്ഞ ജോലിക്കാരിരുന്ന സ്ഥലം അവർക്ക് അധികാരപ്പെട്ടതാണോ? അല്ല, അല്ലെ? അവർക്ക് അധികാരപ്പെട്ട സ്ഥലത്തല്ല അവരിരുന്ന് ആ ചീട്ട് കളിച്ചത്. അപ്പൊ എന്തധികാരം? അവർക്ക് അർഹതയില്ലാത്ത സ്ഥലത്ത് അവർ കയറിയിരുന്നു. അതുകൊണ്ടാണ് അവിടെ കോ വാറന്റോ എന്ന് സ്യൂട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോ വാറന്റോ എന്താണ്? അത് നമുക്ക് ഒരാൾക്ക് അർഹതയില്ലാത്ത പദവിയിൽ ഇരിക്കുന്ന അവർക്കെതിരെ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? അർഹതയില്ലാതിരിക്കുന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ഉദ്യോഗസ്ഥന് നേരെ പുറപ്പെടുവിക്കുന്ന റിറ്റാണ് ഏത്? കോ വാറന്റോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റിറ്റിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് 2-3 പ്രാവശ്യം നമ്മൾ റിലേറ്റ് ചെയ്ത് കേൾക്കണം, ഇമാജിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ കോഡ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും എന്റെ ചാനലിൽ കണ്ട് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഇനിയും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അത്. സോ പ്ലീസ് subscribe, like, share and comment. Thank you.